എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. വായനാദിന ക്വിസ് പാർട്ട് 2 ആണിന്ന്. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോകൾ 10ഓളം വീഡിയോകൾ കഴിഞ്ഞ വർഷത്തെ വായനാദിന ക്വിസിന്റെ ഭാഗമായി ഇട്ടിരുന്നു. അതെല്ലാം കാണുക. കൂടാതെ ഇത്തവണത്തെ ഫസ്റ്റ് പാർട്ടും നിരവധി ഷോർട്സുകളും ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്, അതും കാണുക. ഇത്തവണത്തെ വായനാദിനം മിഠായി പൊതിയുടെ കൂടെ ആദ്യത്തെ ചോദ്യം. ഓക്കെ, കുട്ടികൾക്ക് വായനയിലേക്ക് കുട്ടികളെ എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്നാണ് അമർ ചിത്രകഥ. അത് ഒരു ബോംബെയിൽ തുടങ്ങിയതാണ്. ഒരു കർണാടകക്കാരനാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇന്ത്യയിലെ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, നാടോടി കഥകൾ, പിന്നെ സാങ്കല്പിക കഥകളെല്ലാം അമർ ചിത്രകഥകളിലൂടെയാണ് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചത്. എങ്കിൽ ആരാണ് അമർ ചിത്രകഥാ സീരീസുകൾക്ക് തുടക്കം കുറിച്ച അമർ ചിത്രകഥകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി? ആനന്ദ പൈ ശരിയായ ഉത്തരവാണ്. അദ്ദേഹത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട്. അമർ ചിത്രകഥകളുടെ തുടക്കക്കാരനായതുകൊണ്ട് അങ്കിൾ പൈ. ആനന്ദപൈയുടെ മറ്റൊരു പേര് കുട്ടികൾ വിളിക്കുന്നതാണ് അങ്കിൾ പൈ. ഇനി ഇന്ത്യൻ ചിത്രകഥാ ലോകത്ത് അദ്ദേഹത്തിന് മറ്റൊരു വിളിപ്പേരും കൂടിയുണ്ട്, ഇന്ത്യയുടെ വാൾട്ട് ഡിസ്നി. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ കോമിക്കുകളെല്ലാം ഡിസ്നി കോമിക്സിലൂടെയല്ലേ വന്നത്. അതുപോലെ ഇന്ത്യയുടെ വാൾട്ട് ഡിസ്നി എന്ന വിളിപ്പേരുള്ളതും ആനന്ദ് പൈക്കാണ്, കുട്ടികളെ വായനയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. വായിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം. ആ കഥാപാത്രം കാബൂളിവാല. അറിയാലോ, മിനിമോളെ കാണാൻ വരുന്ന കാബൂളിവാല. കാബൂളിവാലയുടെ കയ്യിൽ കൽക്കണ്ടോ മുന്തിരിയും ഒക്കെ വിൽക്കാനുണ്ടാകും. ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ പറയുന്ന നല്ല രസകരമായ കഥ. വായിച്ചിട്ടുണ്ടല്ലോ? അല്പം സെന്റിയ അല്ലേ? ഓക്കെ, അപ്പം ഇന്ത്യയിലെ ബാലസാഹിത്യ രംഗത്തെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ കാബൂളിവാല എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി എഴുതിയ, ദേശീയഗാനം എഴുതിയ, ഒരുപാട് ഗോറ ഉൾപ്പെടെയുള്ള നോവലുകളൊക്കെ എഴുതിയ രവീന്ദ്രനാഥ് ടാഗോറാണ് കാബൂളിവാല എന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട ബാലസാഹിത്യ കൃതി എഴുതിയത്. ഓക്കെ, അടുത്തത് സ്വാമി ഒപ്പം കൂട്ടുകാരും, സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. ഇംഗ്ലീഷിൽ വായിച്ചു തുടങ്ങുന്ന ഇന്ത്യക്കാരായ കുട്ടികൾക്ക്, ലോകമെങ്ങുപാടുമുള്ള കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് സ്വാമിയും ഫ്രണ്ട്സും. ആരാണ് ഈ സ്വാമിയെയും സുഹൃത്തുക്കളെയും ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച ഇന്ത്യൻ എഴുത്തുകാരൻ? ആർ കെ നാരായൺ ശരിയായ ഉത്തരവാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു. ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ട്, വായിച്ചിരിക്കേണ്ടതാണ്. ആർ കെ നാരായണൻ്റെതാണ് സ്വാമിയും കൂട്ടുകാരും. അവരുടെ ഒരുപാട് കൃതികളുണ്ട്. പല പുസ്തകങ്ങളുടെ പേരിൽ സ്വാമിയുടെ പേരും വരും. അവിടെ സ്വാമിയും കൂട്ടുകാരും ഒക്കെ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പല കൃതികളിലൂടെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത സാങ്കല്പികമായ നാടിന്റെ പേര് എന്തെന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. ഏതാ? മാൽഗുഡി ഡേയ്സ്. അദ്ദേഹത്തിന്റെ ആർ കെ നാരായണന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് മാൽഗുഡി ഡേയ്സ്. ശരിയായ ഉത്തരം. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. ഈ ചോദ്യത്തിന്റെ ആ പുസ്തകത്തിന്റെ പേര് കേൾക്കുമ്പോഴേ നിഷാന് മനസ്സിലാകും ആരുടേതാണെന്ന്. ഇന്ത്യയിൽ ഇന്ന് വളരെ ആവേശത്തോടെ കുട്ടികൾ വായിച്ചു തുടങ്ങുന്ന ഒരു ബാലസാഹിത്യകാരിയുടെ പുസ്തകങ്ങൾക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട്, പല പേരുകളാണ്. അതെ, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ അവരുടെ ആ ലൈൻ കിട്ടണമെങ്കിൽ, എങ്ങനെയാണെന്ന് മനസ്സിലാകണമെങ്കിൽ അതിനുവേണ്ടി ഗ്രാൻഡ്മാസ് ബാഗ് ഓഫ് സ്റ്റോറീസ്, ഗ്രാൻഡ്മയുടെ കഥകൾ എഴുതുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ബാലസാഹിത്യകാരി എന്ന് പറയുമ്പോൾ തന്നെ വേറെ ഒരാൾ ഇന്ത്യയിൽ ഇത്രയും ഫേമസ് ആയിട്ട് ഒരാളില്ല. ആരാ? കൂടാതെ ഗ്രാൻഡ്മയാണല്ലോ, എന്തായാലും സുധാമൂർത്തിയാണ്. സുധാമൂർത്തിയുടെ ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട്. മിക്കവാറും പുസ്തകങ്ങളിലെല്ലാം ഗ്രാൻഡ്മയുടെ പേര് വരാറുണ്ട്. ഗ്രാൻഡ്മാസ് ബാഗ് ഓഫ് സ്റ്റോറീസ് സുധാമൂർത്തിയുടെ പുസ്തകമാണ്. നിരവധി പുസ്തകങ്ങൾ സുധാമൂർത്തിയെ കാണണം, അറിയണം, ഓർത്തിരിക്കണം. സുധാമൂർത്തിയുടെ ഭർത്താവ് പുസ്തകങ്ങളിലൂടെ പരിചയപ്പെട്ട വ്യക്തിയാണ് നാരായണമൂർത്തി. ഇൻഫോസിസ് ചെയർമാനൊക്കെ ആയിരുന്ന നാരായണമൂർത്തി. ഓക്കെ, ഇനി അടുത്ത 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ബ്രിട്ടീഷ് വംശജരായ ഇന്ത്യൻ എഴുത്തുകാരെ കുറിച്ചാണ്. അടുത്ത 2 ചോദ്യങ്ങളും. 2 പേരും ജനിച്ചത് ഇന്ത്യയിലാണ്, പക്ഷെ 2 പേരും ബ്രിട്ടീഷ് വംശജരാണ്. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ ആൾ 1907 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികളിൽ ഒരാൾ ആരാ? 1907 ഇന്ത്യക്കാരനാണ്, അല്ല ഇംഗ്ലീഷുകാരനാണ്. ഇന്ത്യയിൽ ജനിച്ചതേ ഉള്ളൂ, യഥാർത്ഥത്തിൽ ഇംഗ്ലീഷുകാരനാണ്. ആരാ? റുഡ്യാർഡ് കിപ്ലിംഗ് ഈസ് ദ റൈറ്റ് ആൻസർ. റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന് കേൾക്കുമ്പോഴേ ഏറ്റവും ഓർമ്മ വരേണ്ട ആദ്യത്തെ പുസ്തകം ജംഗിൾ ബുക്കിന്റെ സൃഷ്ടാവായ റുഡ്യാർഡ് കിപ്ലിംഗ്. എല്ലാവരും അതെ. അങ്ങനെയാണെങ്കിൽ ജംഗിൾ ബുക്കിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള നായകന്റെ പേര് മൗഗ്ലിയെ കാട്ടിലാണ് വളരുന്നത്. ഒരു ചെന്നായക്കൂട്ടമാണ് കാട്ടിൽ മൗഗ്ലി എടുത്ത് വളർത്തുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത്, അല്ലെങ്കിൽ മൗഗ്ലിയെ സംരക്ഷിക്കുന്ന എടുത്ത് വളർത്തുന്ന ചെന്നായുടെ പേര് പറയാമോ? അഖേല ശരിയായ ഉത്തരവാണ്.
ഒരു കരിമ്പുലി ഉണ്ടല്ലോ, ബഗീര. ബഗീര. പിന്നെ മൗഗ്ലി ഒക്കെ ഇടയ്ക്ക് ഒരു ഓട്ടം ചാട്ടത്തിനിടയ്ക്ക് കാണുന്ന ആ വലിയ പാമ്പ് ഖാ. കാ എന്നല്ലേ ഉള്ളൂ, ഖാ. കാ എന്ന പാമ്പ്. വില്ലനെ അറിയാം, വില്ലൻ ഓഫ് കോഴ്സ് ഷേർഖാൻ. ഷേർഖാൻ. ഷേർഖാൻ എല്ലാവരും ഓർമ്മ. കടുവ ഷേർഖാനാണ്. പിന്നെ ഒരു കരടി, കരടിയുണ്ട്, ബാലു കരടി. പിന്നെ ഒരുപാട് പേരുണ്ട്. ശരിക്കും ഹിന്ദിയിൽ കരടിയുടെ പേര് ബാലു. കരടിയിൽ ബാലു എന്നല്ലേ പറയുന്നത്? ആണോ? ഹിന്ദിയിലോ? ഹിന്ദിയിൽ കരടി എന്ന് വെച്ചാൽ ബാലു എന്നർത്ഥം. ആണോ? ആർ യു ഷുവർ? യെസ് ഓഫ് കോഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അപ്പോൾ കഥാപാത്രങ്ങൾ, ഈ വളരെ പ്രശസ്തമായ ആ നോവലുകളിലെ ചില കഥാപാത്രങ്ങളെയൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത് നടക്കുന്നത്, ഈ ജംഗിൾ ബുക്കിന് പശ്ചാത്തലമാകുന്നത് ഇന്ത്യയിലെ ഒരു വനപ്രദേശമാണ്. ഇപ്പോൾ അതൊരു നാഷണൽ പാർക്കാണ്. പെഞ്ചാണ്. പെഞ്ച്. ഏതാ? ഇത് ആദ്യം ഒരു നാഷണൽ പാർക്കൊന്നും ആയിരുന്നില്ല, പിന്നീട് അതിനെ നാഷണൽ പാർക്ക് ആക്കിയതാണ്. അപ്പോൾ അത് പെഞ്ച് നാഷണൽ പാർക്കാണ് ശരിയായ ഉത്തരം. പെഞ്ച്. പിന്നെ മധ്യപ്രദേശിലെ തന്നെ കൻഹ നാഷണൽ പാർക്കിന്റെ ചില ഭാഗങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഏതാ? പെഞ്ച് നാഷണൽ പാർക്ക്. കൻഹയുടെ കുറച്ച് ഭാഗങ്ങളും. ഇത് ഒരെണ്ണം മാത്രം എഴുതേണ്ടി വന്നാൽ പെഞ്ച് എഴുതിയാൽ മതി. ഓക്കെ, മലയാളത്തിലേക്ക് വരട്ടെ. കുട്ടികൾക്ക് വേണ്ടിയുള്ള ബാലരാമായണം. ബാലരാമായണം രചിച്ചത് വളരെ പ്രശസ്തനായ ഒരു മലയാള കവിയാണ്. ആര്? കുമാരനാശാന്റേതാണ് ബാലരാമായണം. ശരിയായ ഉത്തരവാണ്. കുമാരനാശാൻ കുട്ടികൾക്ക് വേണ്ടി രചിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കവിതയുടെ പേര് പറയാം. പുഷ്പവാടി. പുഷ്പവാടി സ്കൂളിൽ പഠിക്കാനുള്ളത്. പുഷ്പവാടി. ഏതാ? പുഷ്പവാടി. ഓക്കെ, ഇനി അടുത്ത ഒരു ബാലസാഹിത്യകാരൻ മലയാളത്തിൽ നിന്ന് നിഷാന്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ്. അദ്ദേഹത്തെ നമ്മൾ തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് മാലി. ഓക്കെ, മാലിയുടെ യഥാർത്ഥ പേര് മാധവൻ നായർ. മാലി. അതെ, മാധവൻ നായരാണ് മാലി. ഓക്കെ, നിഷാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ നിനക്ക് ഇഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ പുസ്തകങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഏതേതാ? സർക്കസ്. കോമൺ സർക്കസ്, കേളൻ സർക്കസ്, മൃഗങ്ങളുടെ സർക്കസ് അല്ലേ? സർക്കസ്. ഓക്കെ, പോരാട്ടം. പണ്ട് പപ്പയൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സർക്കസും പോരാട്ടവും എന്ന് പറഞ്ഞ മലയാളത്തിന്റെ സെക്കൻഡ് ആയിട്ട് ഇത് രണ്ടും കൂടി ചേർത്ത് പഠിച്ചിട്ടുണ്ട്. പോരാട്ടം. പിന്നെ സർവജിത്തും കള്ളക്കടത്തും, സർവജിത്ത് ഹിമാലയത്തിൽ, അങ്ങനെ സർവജിത്തിന്റെ കഥാപാത്രം വരുന്ന കുറെ പുസ്തകങ്ങൾ. പിന്നെ ഓർക്കണം, ഇദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാലി രാമായണം, മഹാഭാരതം ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പുസ്തകങ്ങളുണ്ടേ. അപ്പൊ സർക്കസ്, പോരാട്ടം, സർവജിത്തൊക്കെ ഓർത്തിരിക്കുക. എങ്കിൽ മാലി രാമായണം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നാൽ നമ്മൾ പലപ്പോഴും മലയാളത്തിൽ നോക്കുമ്പോൾ മുത്തശ്ശി രാമായണം, കുട്ടികൾക്ക് രാമായണം, കുട്ടികൾക്ക് മഹാഭാരതം എന്നൊക്കെ കണ്ടാൽ അത് കൂടുതലും എഴുതിയിരിക്കുന്നത് ഒരു ബാലസാഹിത്യകാരിയാണ്. മലയാളികളുടെ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബാലസാഹിത്യകാരി. ഒരു ക്ലൂ തരാം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയുടെ പേരാണ് മിഠായി പൊതി. ആരാ? സുമംഗല. അതെ, മിഠായി പൊതി സുമംഗലയുടെ കൃതിയാണ്. കുട്ടികൾക്ക് വേണ്ടി രാമായണവും മഹാഭാരതവും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി മിഠായി, ചെപ്പ്, അങ്ങനെ കണിക്കോ എന്ന് പറഞ്ഞ ഒരുപാട് പുസ്തകങ്ങൾ സുമംഗലയുടേതായിട്ടുണ്ട്. ഒരു ചോദ്യം കൂടി ഉണ്ട് അവിടെ. സുമംഗല എന്നുള്ളതും തൂലികാ നാമമാണ്. ആരുടെ തൂലികാ നാമമാണ് സുമംഗല? കേൾക്കുന്നില്ല. ലീല നമ്പൂതിരിപ്പാട്. ലീല നമ്പൂതിരിപ്പാടാണ് സുമംഗല. ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. ആർ യു റെഡി? ഇവിടെയുണ്ട പോലെ വരുന്ന ചോദ്യം നേരിടാൻ താങ്കൾ തയ്യാറാണോ? എങ്കിൽ മലയാളത്തിലെ പൈങ്കിളി സാഹിത്യകാരൻ എന്നറിയപ്പെടുന്ന ആളായിരുന്നു മുട്ടത്ത് വർക്കി. ആ മുട്ടത്ത് വർക്കി തന്റെ പൈങ്കിളി രചനകൾക്കിടയിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു വളരെ പ്രധാനപ്പെട്ട കൃതി എഴുതിയിട്ടുണ്ട്. ഏതാണെന്ന് പറയാമോ? ഒരു കുടയും കുഞ്ഞു പെങ്ങളും. അടിപൊളി പുസ്തകം, വായിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെന്റിമെന്റ്സ് എല്ലാം നമ്മളെ പൊളിയാണ്. ഓക്കെ, അപ്പൊ മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും. എങ്കിൽ അടുത്തത് പറയട്ടെ. അടുത്ത ചോദ്യം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുട്ടികളിൽ ശാസ്ത്രബോധമൊക്കെ വളർത്താൻ വേണ്ടിയുള്ള ചില വാരികകൾ, മാസിക, പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്കായുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം ഏത്? യുറീക്ക. ശരിയായ ഉത്തരവാണ് യുറീക്ക. യുറീക്ക കൂടാതെ ശാസ്ത്രഗതി എന്ന് കുറച്ചുകൂടെ വലിയ പിള്ളേർക്കാണെങ്കിൽ ശാസ്ത്ര കേരളം. എന്താ? ഓക്കെ, അപ്പൊ യുറീക്ക ഉണ്ട്, ശാസ്ത്ര കേരളം ഉണ്ട്. യുറീക്ക എന്ന് പറയുമ്പോഴേ അതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു സാഹിത്യകാരനുണ്ട്. യുറീക്ക മാമൻ എന്നാണ് അറിയപ്പെടുന്നത്. ആര്? പ്രൊഫസർ ശിവദാസ്. ശാസ്ത്രമാമൻ അല്ലെങ്കിൽ യുറീക്ക മാമൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പ്രൊഫസർ എസ് ശിവദാസ്. നമ്മൾ ചുമ്മാ ഒരു സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തിരി കഥ കേൾക്കാൻ താല്പര്യമുണ്ട്. ഈ പഴയ ബുക്കുകൾ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും ശിവദാസ് മാമൻ ഒരു പുസ്തകം നമുക്ക് കിട്ടി. നമ്മുടെ വീട്ടിൽ ശിവദാസ് മാമന്റെ എത്ര പുസ്തകം ഉണ്ടാവും? ഏകദേശം ഒരു 10
10-20 പുസ്തകം 50 പുസ്തകത്തിനടുത്തുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ നോക്കാനാണെങ്കിൽ ശിവദാസ് മാവിന്റെ പുസ്തകമാണ് ബെസ്റ്റ്. മാത്യു ദ വർത്തുകം, ഇത് മറ്റേതായത് വായിച്ചാലും തീരാത്ത പുസ്തകം. മാത്തൻ മണ്ണിര കേസ് അല്ലേ? അതോ മാത്യു കിയോ വായിച്ചിട്ടില്ല. കിയോ വായിച്ചിട്ടില്ല. നയാഗ്ര മുതൽ സഹാറ വരെ. പിന്നെ എങ്ങനെ വായിക്കാം, എങ്ങനെ പഠിക്കാം, വെള്ളം വന്നു, അങ്ങനെ ഊർജത്തിന്റെ ഉറവിടം തേടി, കല്ലും പുല്ലും കടുവയും, പിന്നെ ഏറ്റവും പ്രധാനം മ്യൂണിച്ചിലെ സുന്ദരികളും സുന്ദരന്മാരും, യാത്രാവിവരണം പോലെ, കാന്താരിക്കുട്ടികൾ ഹിമാലയത്തിൽ, അങ്ങനെ അഗ്നിപർവ്വതത്തിൽ എന്തോരം പുസ്തകങ്ങൾ. ഓക്കെ, ഈ കുട്ടികളുടെ ശാസ്ത്രമാമൻ പ്രൊഫസർ ശിവദാസ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഓർക്കേണ്ട അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ ബാലസാഹിത്യവുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ എല്ലാ അവാർഡുകളും കിട്ടിയിട്ടുള്ള ഒരാളാണ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ്, ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ എന്നാണ്. അതുൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ഏറെക്കുറെ എല്ലാ അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം യുറീക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണല്ലോ അങ്ങോട്ട് വന്നേ. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവര് ഒരു പ്രസിദ്ധീകരണം ഉണ്ടല്ലോ കുട്ടികൾ, ഏതാ? തളിരിന്റെ സ്കോളർഷിപ്പ് ഉണ്ട്. പലരും തളിര് നല്ല ഗംഭീരമായിട്ടുള്ള, നമ്മൾ സ്ഥിരമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കയ്യിലുണ്ട് തളിര്. നല്ല പ്രസിദ്ധീകരണമാണ്, വായിക്കാൻ പറ്റും. യെസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ തളിരിന്റെ പത്രാധിപർ സ്വാഭാവികമായിട്ടും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ആയിരിക്കും. അദ്ദേഹം തന്നെയാണ് തളിരിന്റെ പത്രാധിപർ. ആരാണത്? പള്ളിയറ ശ്രീധരൻ. അത് ഓർത്തു വെക്കണം. അദ്ദേഹത്തിന്റെ വിഷയം എന്താ? മെയിൻ കണക്കാണ്. കണക്കുമായി ബന്ധപ്പെട്ട പള്ളിയറ ശ്രീധരൻ എന്നുള്ള പേര് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്ത് ചോദിക്കട്ടെ. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കവിതയാണേ. കാക്കേ കാക്കേ കൂടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാനായി കുഞ്ഞ് കിടന്ന് കരഞ്ഞിടും. കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞ് കിടന്ന് കരയൂലേ? ആരാ എഴുതി ഇത്രയും ഗടാഗടിയൻ കവിത? എഴുതിയത് ആര്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, മഹാകവി ഉള്ളൂരിൻ്റെതാണ്. ഓക്കെ, ഇനി നിങ്ങളെപ്പോലെ ഒരു കൊച്ചു ക്ലാസ്സുകാരൻ 1ാം ക്ലാസ്സിൽ പോകുന്നു, അവൻ സ്കൂളിൽ പോകുന്നു, അവന്റെ കാര്യങ്ങൾ അല്ല, ചെറിയൊരു പയ്യൻ. അങ്ങനെ ഉണ്ണിക്കുട്ടൻ എന്ന ആ പയ്യന്റെ കഥകൾ 3 പുസ്തകങ്ങളായിട്ട് പറഞ്ഞ് ഉണ്ണിക്കുട്ടന്റെ ലോകം, മലയാളികളെ സംബന്ധിച്ച് 3 പുസ്തകങ്ങളാണ് നമ്മുടെ ഒന്നിച്ചാതിരിക്കുന്നത്. ഉണ്ണിക്കുട്ടന്റെ ലോകം, ആ ഗംഭീരമായ പുസ്തകം, ഉണ്ണിക്കുട്ടന്റെ ലോകം എന്നുള്ള ആ പ്രധാനപ്പെട്ട പുസ്തകം എഴുതിയത് ആരാണ്? നന്ദനാർ. അത് ഓർത്തു വെക്കണം, നന്ദനാർ. മിക്കവാറും കുട്ടികൾക്ക് വേണ്ടി പുസ്തകം എഴുതുന്നവർക്കെല്ലാം ഓരോ തൂലികാനാമമുണ്ട്. നമ്മുടെ നിഷ വായിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? നന്ദനാറിന്റെ ഒറിജിനൽ പേര്, പുസ്തകത്തിന്റെ പേര് ഉണ്ണിക്കുട്ടന്റെ ലോകം. ഓക്കെ, വൈക്കം മുഹമ്മദ് ബഷീർ, നിഷാന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെല്ലാം ഏറെക്കുറെ വായിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സ്റ്റോറി ടെലിയിലൊക്കെ ഇഷ്ടം പോലെ കേട്ടിരിക്കുന്നു. എങ്കിൽ അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി എന്നും പറഞ്ഞ് എഴുതിയ ഒരു ബാലസാഹിത്യ കൃതിയുണ്ട്. ഏതാ? സർപ്പേ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ? ഉണ്ട്. ഇപ്പൊ ബാലസാഹിത്യ കൃതി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാലസാഹിത്യ കൃതിയാണ് സർപ്പയജ്ഞ. ഓക്കെ, നെക്സ്റ്റ് ദയ എന്ന പെൺകുട്ടി. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കൃതിയാണ് ഇത്. പിന്നീട് സിനിമയായപ്പോൾ ദയയായിട്ട് അഭിനയിച്ചത് മഞ്ജു വാര്യരാണ്. പറ, ആരുടെ? യെസ്, MD വാസുദേവൻ നായരുടേതാണ് ദയ എന്ന പെൺകുട്ടി. എന്നാൽ MDയെ കുറിച്ച് തന്നെ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. MD കുട്ടികൾക്കായിട്ട് എഴുതിയ മറ്റൊരു കൃതിയാണ് മാണിക്യക്കല്ല്. കഴിഞ്ഞോ? MD കുട്ടികൾക്കായിട്ട് എഴുതിയ മറ്റൊരു കൃതി മാണിക്യക്കല്ല്. അപ്പൊ എൻ്റെ ഒരു സംശയം, അപ്പൊ പിന്നെ എന്താ ചോദ്യം? ഈ മാണിക്യക്കല്ല് MD എഴുതുമ്പം അദ്ദേഹം മറ്റൊരു പേരിലാണ് ഇത് എഴുതിയത്. തൂലികാനാമം പോലെ MD എന്നുള്ള പേരിലല്ല. പറയോ? M സരള. എന്താ? M സരള എന്ന പേരിലാണ് അദ്ദേഹം മാണിക്യക്കല്ല് എഴുതിയത്. അടുത്തത് 2010 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ്, ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയ കൃതിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ്. ഒരിടത്തൊരു കുഞ്ഞുണ്ണി. ഒരിടത്തൊരിടത്തൊരു കുഞ്ഞുണ്ണി. ആരെ കുറിച്ചായിരിക്കും? കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച്. അപ്പൊ കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് ബാലസാഹിത്യം നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞാൽ ആ കൂടെ കുഞ്ഞുണ്ണി മാഷിനെ ചേർത്ത് വെക്കാതെ പാടില്ല. കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണിയുടെ കുഞ്ഞി കവിത. തിന്നുമ്പോഴും ഇഷ്ടായി, തിന്നു കഴിഞ്ഞോ കഷ്ടായി.
ഈ കുഞ്ഞുണ്ണി കവിത ചെല്ലുന്നൊരു സ്റ്റൈലൊക്കെ വേണം കേട്ടോ. ഠായി ഠായി മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി തിന്നു കഴിഞ്ഞോ കഷ്ടായി. വലിയ കുഴപ്പമില്ല. പിന്നെ കുഞ്ഞുണ്ണി മാഷ് വായനയെക്കുറിച്ച് പറയുമ്പോൾ കുഞ്ഞുണ്ണി മാഷിന്റെ കാര്യം ഓർമ്മ വരേണ്ട. ആദ്യത്തെ കാര്യം, വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും. ഓക്കെ, അപ്പൊ കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ചാണെന്ന് മനസ്സിലായല്ലോ. പുസ്തകത്തിന്റെ പേര് ഒരിടത്തൊരിടത്തൊരു കുഞ്ഞുണ്ണി. ചോദ്യം, 2010 ബാലസാഹിത്യ അവാർഡ് കിട്ടിയ ഈ കൃതി എഴുതിയത് മലയാളത്തിലെ കുട്ടികൾക്ക്, വായിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. കുട്ടി കവിതകൾ എഴുതും, കുഞ്ഞു കഥകൾ എഴുതും. അദ്ദേഹത്തിന്റെ കഥകൾ നമ്മൾ രണ്ട് ക്ലൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു എന്തെങ്കിലും ഒരു പ്രോഗ്രാം ടി വിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും. നിനക്ക് ബാപ്പുജി എന്നും പറഞ്ഞുള്ള കവിത ചൊല്ലിട്ടുണ്ട് ചാനലിൽ പണ്ട്. CP പള്ളിപ്പുറം. ആരാ? എടോ, പിന്നെ കുട്ടികളുടെ ഈ പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. CP പള്ളിപ്പുറത്തിന് കേട്ടോ. ഒരിടത്തൊരിടത്തൊരു കുഞ്ഞുണ്ണി. ഓക്കെ, ഇനി എങ്ങനൊരു ചോദ്യം കൂടെ, സമയം കഴിഞ്ഞു. വളരെ ചെറിയൊരു 2-3 ചോദ്യം ചെറുത് നിർത്തിയിട്ട് ചോദിച്ചുകൊണ്ട് നിർത്താം. ആലീസ് ഇൻ വണ്ടർലാൻഡ്. ലൂയിസ് കരോളിന്റെ പുസ്തകമാണ് ആലീസ് ഇൻ വണ്ടർലാൻഡ്, കുട്ടികളുടെ പ്രിയപ്പെട്ട പുസ്തകം. അതിനകത്ത് പരാമർശിക്കപ്പെട്ട ഒരു പക്ഷി പിന്നീട് വംശനാശ ഡോഡോ പക്ഷി എവിടെയെന്നല്ല നമ്മൾ ചോദിച്ചു. മൗറീഷ്യസിലെ ഡോഡോ പക്ഷി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ലണ്ടനിലെ കിങ്സ് ക്രോസ് റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷനിൽ ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോമുകളുണ്ട്. 1, 2, 3, 4, 5 അങ്ങനെ പോകുന്നു. 10ാമത്തെ പ്ലാറ്റ്ഫോം, അതിനു മുമ്പ് 9, എന്നാൽ ഇടയ്ക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 9:45, 9:43, 9:45 പ്ലാറ്റ്ഫോം. ലണ്ടനിലെ കിങ്സ് ക്രോസ് റെയിൽവേ സ്റ്റേഷനിൽ. അറിയോ? യെസ്, കുട്ടികൾക്ക്, കുട്ടി വായനക്കാർക്ക്, കുട്ടി സിനിമ കാണുന്നവർക്ക്, ലോകത്തുള്ള എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം അവിടെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരു കഥയിലാണ്, ഒരു സിനിമകളിലാണ്. പക്ഷേ ആ പ്ലാറ്റ്ഫോമിൽ ഇപ്പം അവിടെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഈ ട്രോളിയൊക്കെ കൊണ്ടുവെക്കാൻ എന്തോരം ആൾക്കാർ അവിടെ വന്ന് കാണുന്നറിയോ. അപ്പോൾ അതേതാണെന്നുള്ളത് കൂട്ടുകാർ കമന്റ് ചെയ്തിട്ട്. യെസ്, കൂട്ടുകാരുടെ ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 9:45 റെയിൽവേ സ്റ്റേഷൻ എവിടെയാണുള്ളത്? കിങ്സ് ക്രോസ് റെയിൽവേ സ്റ്റേഷൻ ആണ്. എവിടെന്ന്, എന്താണ് അതിന്റെ പ്രത്യേകത? എന്തുകൊണ്ട് 9:45 റെയിൽവേ സ്റ്റേഷൻ അല്ല 9:45 പ്ലാറ്റ്ഫോം? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. എല്ലാവരും ഹൈപ്പ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കുക. പിന്നെ നമ്മുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നത് അത് മറ്റൊന്നിലുമല്ല, നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴാണ്. എല്ലാവരും ഉറപ്പായിട്ടും ചാനലിൽ ജോയിൻ ചെയ്യുക. ബോണസ് ക്വസ്റ്റ്യന്റെ ഉത്തരം എഴുതുക, പഴയ വീഡിയോകൾ കാണുക, പുതിയ വീഡിയോകളും കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്ന്. അതുകൊണ്ട് നിശാൻ.